കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടലിന്റെ മറുകരയിൽ ഗെരസേനരുടെ നാട്ടിലെത്തി. ആ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറുകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണിയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുത്. കാരണം അശുദ്ധാത്മാവെ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്, ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കീഴ്ക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടുപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു ഒരു പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇവിടെ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ പിശാചു ബാധിതൻ ആ പ്രദേശത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് ആദ്യത്തെ ആമുഖ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിട്ട് അതെല്ലാം പൊട്ടിച്ചു കളയുകയും അലറി വിളിക്കുകയും തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി അവനായിരുന്ന സമൂഹത്തിന് മുഴുവൻ ഒരു ശല്യമായിരുന്ന വ്യക്തിയായിരുന്നു. ഒരു തരത്തിലും അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തി യേശുവിനെ കണ്ടപ്പോൾ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷേ ബൈബിളിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രഘോഷണമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ആ പിശാച് ബാധിതൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വിളിക്കുന്ന പിശാച് ബാധിതനെയാണ് നമ്മളവിടെ കാണുക. പക്ഷേ ആ പിശാച് ബാധിതന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന കാഴ്ച, അവനിൽ നിന്ന് പിശാചിനോട് പുറത്തു പോകുവാൻ അവൻ ആജ്ഞാപിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇപ്രകാരം അപേക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അവസാനം അവിടെ വേദികൊണ്ടിരുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് പറയുന്നുണ്ട്. ഇത് അനുവദിക്കുന്ന സമയത്തും യേശുവിന് അറിയാമായിരുന്നു ആ സമൂഹം മുഴുവൻ തനിക്കെതിരായിട്ട് മാറും. കാരണം പന്നി എന്ന് പറയുന്നത് യഹൂദർക്ക് നിഷിദ്ധമായ ഒരു സംഭവമാണ്. അതേസമയം
വിജാതിയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാംസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഏക വരുമാന മാർഗം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാമായിരുന്നു. അപ്പോൾ അവരുടെ വരുമാന മാർഗത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് പിശാച് ഇവിടെ തയ്യാറാക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു അതിന് അനുവാദം കൊടുക്കുക. പിന്നീട് പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പിശാച് എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ മനോഹരമായി തന്നെ സുവിശേഷം വിവരിക്കുന്നുണ്ട്. കിഴക്കാന്തൂക്കായ ആ മലയിലൂടെ പെട്ടെന്ന് കടലിലേക്ക് ചാടി മുങ്ങിച്ചാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നഗരവാസികൾ എന്താണ് ചെയ്യുന്നത്? ഉടനെ തന്നെ പോയി മറ്റുള്ളവരെ വിവരമറിയിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത്. അവ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച വളരെ സുബോധത്തോടെ ഇരിക്കുന്ന പിശാച് ബാധിതയാണ്. ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന, അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്ന ഒരു വ്യക്തി ഇതാ സുബോധത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ചോയ്സ് കടന്നു വരികയാണ്. സുബോധത്തോടെ ഇരിക്കുന്ന ഈ മനുഷ്യനെയാണോ അതോ ഈ പന്നിക്കൂട്ടത്തെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? മനുഷ്യരെക്കാൾ ഉപരിയായി പന്നിക്കൂട്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ വരുമാന മാർഗത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു നഗരവാസികളെയാണ് നമ്മളിവിടെ കാണുക. പ്രിയമുള്ളവരെ, കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്ന വേളയിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമ്മുടെ മുമ്പിലും ഇതുപോലെ ഒരു ചോയ്സ് വയ്ക്കാം. ആ ചോയ്സ് പലപ്പോഴും തെറ്റായ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നായിരിക്കും. ഇവിടെ മനുഷ്യനായി ആണോ അതോ വരുമാന മാർഗങ്ങളെയാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ചോദ്യം വരുമ്പോൾ അവർ വരുമാന മാർഗങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രക്ഷകനെ അവർ തന്നെ ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് എങ്ങനെയും പോകണം എന്ന് അപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന വേളയിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ ഇതാണ്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് പറ്റാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ, ചെയ്യാൻ സാധിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. യേശുവിനെ പിൻചൊല്ലണം അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത് ഉപേക്ഷിക്കുന്നത് ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കാം. അതേസമയം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. എൻ്റെ വരുമാന മാർഗങ്ങളായിരിക്കാം യേശുവിനെ പിൻചൊല്ലുമ്പോൾ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് കടന്നു വന്നത്. ദൈവമെന്ന സ്ഥാനമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചു എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ത്യജിക്കുവാൻ സാധിക്കണം. ഇന്ന് ഈ ദൈവബലിയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ചോയ്സുകൾ അത് ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കുവാനും ക്രിസ്തുവിൻ്റേതായിട്ട് മുന്നോട്ട് പോകുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.